വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ ജയതിലക്കിനെതിരായ ലൈംഗിക ആരോപണത്തിൽ നടപടിയെടുത്തില്ലെന്ന പരാതി, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ പരാതി 2 വർഷമായി പൂഴ്ത്തിവെച്ചു എന്നാണ് ആക്ഷേപം. സെക്രട്ടേറിയറ്റിലെ വനിതാ ജീവനക്കാരും സെക്രട്ടേറിയറ്റ് സംരക്ഷണ സമിതി അംഗങ്ങളും മുഖ്യമന്ത്രിക്ക് നേരിട്ട് മാസങ്ങൾക്ക് മുമ്പ് നിവേദനം നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എസ് ശാലിനി ചേരുന്നു. ശാലിനി, വിവാഹേതര ബന്ധവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പുകൾ, ഛത്തീസ്ഗഡിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടേത് ഉൾപ്പെടെ പീഡന പരാതി, കോടികളുടെ അഴിമതി എന്നിവയ്ക്കൊപ്പം ഈ ഉദ്യോഗസ്ഥൻ ഡോക്ടർ ജയതിലക് അധികാരം ദുരുപയോഗിച്ച് കീഴ് ജീവനക്കാരികളെ ലൈംഗിക ചൂഷണം നടത്തി എന്നാണ് പ്രധാന ആരോപണം. ഈ ഉദ്യോഗസ്ഥൻ്റെ ലൈംഗിക വൈകൃതങ്ങൾ സഹിക്കാനാവാതെ വിവാഹമോചനം നേടിയ ആദ്യ ഭാര്യ കുട്ടികളുടെ കസ്റ്റഡിക്കായി കുടുംബ കോടതിയിൽ നൽകിയ പെറ്റീഷനിൽ ഭർത്താവ് കൊച്ചുകുട്ടികളെ വരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതായും ഛത്തീസ്ഗഡിൽ ഇയാൾക്കെതിരെയുള്ള പോക്സോ കേസ് ഒത്തുതീർപ്പാക്കിയതിനെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ടെന്നും പറയുന്നു. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക്കിനെതിരെ ഒരു അതിജീവിത ഉന്നയിച്ചിരിക്കുന്നത്. ഔദ്യോഗിക പദവി ദുരുപയോഗിച്ച് കീഴ്ജീവനക്കാരായ വനിതാ ഉദ്യോഗസ്ഥരെ നിരന്തരം വേട്ടയാടുന്നു. അവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിട്ടും സർവീസ് സംഘടനകൾ നൽകിയ അനവധി പരാതികളുണ്ടായിട്ടും നടപടി ഒന്നും ഉണ്ടായില്ല. ചൂഷണത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് താനെന്നാണ് 2 വർഷം മുമ്പ് നൽകിയ പരാതിയിൽ അതിജീവിത പറയുന്നത്. ഇതെന്തൊക്കെയാണ് ശാലിനി കേൾക്കുന്നത്? അതായത് മുഖ്യമന്ത്രി പറയുന്നു, ഇടതുമുന്നണി സർക്കാർ പറയുന്നു ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷ ഏർപ്പെടുത്തുമെന്ന്. പക്ഷേ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിക്കെതിരെയാണ് ഗുരുതരമായ ലൈംഗിക ആരോപണം ഉയർന്നിരിക്കുന്നത്. ശാലിനി, വിശദമായ വിവരങ്ങൾ. അനിൽ നമ്പ്യാർ, അത് തന്നെയാണ്. ഒരുപാട് അതിജീവിതമാരെ ചേർത്ത് പിടിക്കുന്ന മുഖ്യമന്ത്രി ഇത്തരത്തിൽ സ്വന്തം ഓഫീസിലേക്ക് FIR അടക്കമിട്ട ഒരു പരാതി 2 വർഷമായി കെട്ടിക്കിടക്കുന്നത് കാണുന്നില്ല എന്നൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അതായത് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ കെ ജയതിലകിനെതിരെയാണ് ഇത്തരത്തിലൊരു പരാതി ഇപ്പോൾ ഉയർന്നത്. സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി എന്നതിൽ അപ്പുറം മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു IAS ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള അദ്ദേഹത്തിനെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം അടക്കമുള്ള കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിരവധി പരാതികൾ മുഖ്യമന്ത്രിക്ക് മുൻപാകെയും ഒപ്പം തന്നെ നിരവധി ഇടങ്ങളിൽ നിന്നടക്കം എത്തിയിട്ടും 2 വർഷത്തിലധികമായി ഒരു അതിജീവിത നൽകിയ പരാതി അത് FIR ഇട്ടിട്ടും അതിൽ നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അഴിമതി, കോടികളുടെ പണമിടപാട് നടത്തിയിട്ടുള്ള ക്രമക്കേട്, ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ, അതായത് ഛത്തീസ്ഗഡിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ഉൾപ്പെടെ പീഡന പരാതി, കോടികളുടെ അഴിമതി എന്നിവയ്ക്കൊപ്പം ഉദ്യോഗസ്ഥർ അധികാരം ഉപയോഗിച്ച് കീഴ് ജീവനക്കാരികളെ ലൈംഗിക ചൂഷണം ചെയ്യുന്നു എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള പരാതിയാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ളത്. അതായത് ചില ജോലി ആവശ്യങ്ങൾ, ഓഫീസ് തലത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഓഫീസ് മുറിക്കുള്ളിലേക്ക് കീഴ് ജീവനക്കാരെ, പ്രത്യേകിച്ച് വനിതകളെ വിളിച്ചു വരുത്തിയ ശേഷം ലൈംഗിക ചുവയോടെ സംസാരിക്കുക, ലൈംഗിക ചുവയോട് കൂടിയുള്ള പെരുമാറ്റം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നതടക്കമുള്ള ഗുരുതര പരാതികളാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്കെതിരെ ഉയർന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഉദ്യോഗസ്ഥന്റെ ലൈംഗിക വൈകൃതങ്ങൾ സഹിക്കാനാവാതെ വിവാഹമോചനം നേടിയ ആദ്യ ഭാര്യ കുട്ടികളുടെ കസ്റ്റഡിക്കായി കുടുംബ കോടതിയിൽ നൽകിയ പെറ്റീഷനിലടക്കം ഭർത്താവ് കൊച്ചുകുട്ടികളെ വരെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട്. ഇതിന് ഛത്തീസ്ഗഡിൽ ഉദാഹരണമായ ഒരു പോക്സോ കേസ് ഉണ്ട് എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വീകരിക്കുന്നത്. നമുക്കറിയാം 2 വർഷമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി എത്തിയ പരാതി FIR അടക്കം അവിടെ കെട്ടിക്കിടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇദ്ദേഹം ധനവകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ അവിടുത്തെ സംഘടനാ ജീവനക്കാർ, സെക്രട്ടേറിയറ്റിലെ മറ്റ് വനിതാ PA ജീവനക്കാരടക്കമുള്ളവരുടെ പരാതി വിവിധ ഇടങ്ങളിൽ നിന്ന് അവിടേക്ക് എത്തുന്നത്. ആ പരാതി പോലും കൃത്യമായി പരിഗണിച്ചില്ല. ഇത്രയധികം ഗുരുതരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി, പരാതി പറഞ്ഞിരിക്കുന്ന ചിലത് കൂടി പ്രേക്ഷകർ അറിയേണ്ടതാണ്. കാരണം ചീഫ് സെക്രട്ടറിയാണ് ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അതായത് ഔദ്യോഗിക കാരണങ്ങൾ പറഞ്ഞ് വിളിച്ചു വരുത്തിയ ശേഷം വനിതാ ഉദ്യോഗസ്ഥരെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് നിർബന്ധിക്കുന്ന രീതിയാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക്
സ്വീകരിച്ചു പോന്നത്. സ്ഥലം മാറ്റത്തിനോ ഡെപ്യൂട്ടേഷനോ വേണ്ടിയുള്ള ന്യായമായ അപേക്ഷകൾ നൽകിയ വനിതാ ഉദ്യോഗസ്ഥരെയാണ് ഇയാൾ പ്രധാനമായും ലക്ഷ്യമിട്ടത്. വകുപ്പിലെ വിധവകളുടെയും ഭർത്താക്കന്മാർ ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതുമായ സ്ത്രീകളുടെ ലിസ്റ്റ് എടുക്കാൻ ഇയാളെ സഹായിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ തന്നെ വനിതാ PA ആണെന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥന് ലൈംഗിക ചൂഷണം ചെയ്യാൻ ഇരകളെ പാകപ്പെടുത്തിയെടുക്കുന്ന ഈ വനിതാ PAക്കെതിരെ തെളിവുകൾ സഹിതം മുഖ്യമന്ത്രിക്കടക്കം മുമ്പും പരാതി നൽകിയതായും കത്തിൽ പറയുന്നുണ്ട്. ഇവർ ഇടനിലക്കാരിയായിട്ടാണ്, അതായത് ഈ വനിതാ PA ഇടനിലക്കാരിയായിട്ടാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത്. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടേറിയറ്റിലെ അനെക്സ് 1 ഓഫീസ് മുറി ലോഡ്ജായി ഉപയോഗിക്കുന്നതായി ജീവനക്കാർ പരാതി നൽകിയിരുന്നു. തുടർന്ന് അനെക്സ് 1 മുറി ഒഴിഞ്ഞ ശേഷം സൗത്ത് ബ്ലോക്കിലെ 3-ാം നിലയിലെ മുറിയിൽ ഒറ്റയ്ക്ക് PA മാത്രം നിയമിച്ച് ചൂഷണങ്ങൾ തുടരുന്നതായി 2 വർഷം മുമ്പ് നൽകിയ പരാതിയിൽ പറയുന്നു. ഏത് വകുപ്പിലേക്ക് മാറിയാലും ചട്ടങ്ങൾ മറികടന്ന് 6 വർഷത്തിലധികമായി ഈ PA ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനോടൊപ്പമുണ്ട് എന്നാണ് വിചിത്രമായ വസ്തുത. മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും സെക്രട്ടേറിയറ്റിലെ വനിതാ ജീവനക്കാർ 2019 മുതൽ നൽകിയ നിരവധി നിവേദനങ്ങളും പരാതികളും ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്ന അതിജീവിത ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥനെതിരെ ഒരു സംഘടന 7/7/2021 ഇറക്കിയ നോട്ടീസും ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ഇപ്പോഴും ചീഫ് സെക്രട്ടറിക്കെതിരെ യാതൊരു നടപടിയും സ്ത്രീ സുരക്ഷ നാഴികക്ക് 40 വട്ടം പറയുന്ന ഈ സർക്കാർ എടുത്തിട്ടില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. ശാലിനി, തുടരാം. തീർച്ചയായും അത് തന്നെയാണ് അനിൽ നമ്പ്യാർ. കാരണം പല ഘട്ടങ്ങളിലും സ്ത്രീ സംരക്ഷണമാണ് പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്ന മുഖ്യമന്ത്രി, ഒപ്പം തന്നെ മന്ത്രിസഭ, കൂടാതെ തന്നെ 2ാം പിണറായി സർക്കാർ അധികാരത്തിലേറുന്ന സമയത്തും സ്ത്രീ സുരക്ഷയ്ക്കാണ് പ്രാധാന്യമെന്ന് മുഖ്യമന്ത്രി തന്നെ ആവർത്തിച്ചിരുന്നു. അതേ മുഖ്യമന്ത്രിക്ക് മുൻപിലാണ് ഇത്തരത്തിൽ ഒരു അതിജീവിതയുടെ പരാതി FIR ഇട്ട് കഴിഞ്ഞ 2 വർഷമായി കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ്. ചുവപ്പ് നാടയിൽ ഉള്ളത് ഓരോ ജീവിതങ്ങളും കരകയറ്റുമെന്നുള്ളതൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. അതേ മുഖ്യമന്ത്രി തന്നെയാണ് ഇഷ്ടക്കാരനാണ് ഒരു IAS ഉദ്യോഗസ്ഥന് ഇത്തരത്തിലൊരു സംരക്ഷണ കവചം ഒരുക്കുകയും ചെയ്യുന്നത്. അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു വനിതാ ജീവനക്കാരി, ആ വനിതാ ജീവനക്കാരി തന്നെയാണ് കഴിഞ്ഞ 6 വർഷമായി ജയതിലകിന്റെ വലം കൈയായി സെക്രട്ടേറിയറ്റിലെ അനെക്സ് 1 പ്രവർത്തിക്കുന്നത്. ഇദ്ദേഹം എങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ആയി പോയാലും ഈ PA ആയിട്ടുള്ള വനിതാ ജീവനക്കാരിയെ ഒപ്പം കൂട്ടുന്ന ഒരു പതിവുണ്ട് പലയിടങ്ങളിലും. അതായത് ഈ സ്ഥലമാറ്റമുള്ള ജീവനക്കാർ, അവരുടെ ഭർത്താക്കന്മാർ സ്ഥലത്തില്ലാത്ത വനിതാ ജീവനക്കാർ, ഭർത്താക്കന്മാർ ഉപേക്ഷിക്കപ്പെട്ട വനിതാ ജീവനക്കാർ, മരണപ്പെട്ടുപോയ ഭർത്താക്കന്മാരുള്ള വനിതാ ജീവനക്കാർ, ഇവരുടെയൊക്കെ പട്ടിക തയ്യാറാക്കി ഇവരെ ചൂഷണം ചെയ്യാൻ ഇരയാക്കാനൊക്കെ അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥയായി വനിതാ ജീവനക്കാരി അടക്കം മാറിയിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആക്ഷേപങ്ങളാണ് ജയതിലകിനെതിരെ ഉയർന്നിട്ടുള്ളത്. ഇദ്ദേഹം ഏതൊക്കെ വകുപ്പുകളിലേക്ക് ട്രാൻസ്ഫർ ആയി പോയ സമയത്തൊക്കെയും ഈ വനിതാ ജീവനക്കാരി ഒപ്പം കൂട്ടിയിട്ടുണ്ട്. കോടികളുടെ പണം ഇടപാടും അതിന്റെ ക്രമക്കേടുകളും അഴിമതിയും ഒക്കെ നടത്തിയപ്പോഴും ഈ വനിതാ ജീവനക്കാരിക്ക് ഒരു പങ്ക് ജയതിലക നൽകിയിരുന്നു. ഒപ്പം തന്നെ അതിന്റെ ഇടപാടുകൾ നടത്താൻ ഇടനിലക്കാരിയായി ഈ വനിതാ ജീവനക്കാരി മാറിയിരുന്നു എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ഈ പരാതിയിൽ അതിജീവിത ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മുൻപിൽ അതിൻ്റെ രേഖാമൂലമുള്ള തെളിവുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അപ്പോഴും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു അന്വേഷണമോ നടപടിയോ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അത് മാത്രമല്ല, ശാലിനി, ഒരു നിമിഷം ഈ പരാതിയിലെ 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് അവതരിപ്പിക്കുകയാണ്. 10/4/2025 അതായത് 2025 ഏപ്രിൽ 10 വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ താമസിക്കുന്ന സെക്രട്ടേറിയറ്റ് ജീവനക്കാർ നൽകിയ നിവേദനത്തിലും മുഖ്യമന്ത്രി നടപടി എടുത്തില്ല. ഈ പരാതിയിൽ ഈ മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ്റെ ഡോക്ടർ ജയതിലകിൻ്റെ ബിനാമി വസ്തുക്കളുടെ വിവരങ്ങൾ പറയുന്നുണ്ട്. പ്ലാനിംഗ് ബോർഡിലെ വനിതാ ജീവനക്കാരിയോട് മുറിയിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയ കാര്യം ഈ പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ വെച്ച് 2 അസിസ്റ്റന്റ് കലക്ടർ ട്രെയിനികൾ ജയതിലകിനെതിരെ പരാതി നൽകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ശേഷം വിഷയം രമ്യമായി ഒത്തുതീർപ്പാക്കാൻ ആവശ്യപ്പെട്ട് മുഖ്യയെന്ന് ആക്ഷേപമുണ്ട്. അതുപോലെ ഈ ജൂനിയർ IAS ഉദ്യോഗസ്ഥകൾ പോലും
ഇദ്ദേഹത്തിൻ്റെ കീഴിൽ സുരക്ഷിതരല്ല, സെക്രട്ടേറിയറ്റിൽ സുരക്ഷിതരല്ല എന്ന അവസ്ഥയാണ്. മറ്റൊരു കാര്യം, ശിശുപീഡന കേസിൽ പ്രതിയായ ഒരു ഡോക്ടറുമായി ജയതിലക് വിദേശയാത്രകൾ പോയതായി പരാതിയിൽ പറയുന്നു. USA നടന്ന ഒരു സംഭവം ഇന്ത്യൻ എംബസിയുടെ ഇടപെടൽ ആവശ്യപ്പെടുന്നത്ര ലജ്ജാവഹവും ഗുരുതരമായിരുന്നു എന്നും ഈ വിഷയം അന്നത്തെ ചീഫ് സെക്രട്ടറിയെ എംബസി ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും വിശദമായിട്ടുള്ള ഒരു പരാതിയാണ്. അതിൽ ഏറെക്കുറെ ഈ ഉദ്യോഗസ്ഥനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും ലൈംഗിക ആരോപണങ്ങൾ മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, ഇതെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉള്ളടക്കം ഇത്ര ഗുരുതര സ്വഭാവമുള്ളതായിട്ടും ശാലിനി, ഇയാൾക്കെതിരെ ഒരു ചെറുവിരൽ പോലും അരക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമല്ലേ? അത് തന്നെയാണ് അനിൽ നമ്പ്യാർ. കാരണം ഇത്രയധികം ആരോപണങ്ങൾ, വെറും ഒരു ലൈംഗിക ആരോപണത്തിന് അപ്പുറം വിവിധ പരാതികൾ, വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ പരാതി മുഖ്യമന്ത്രിക്ക് മുൻപാകെ എത്തിയിട്ടുള്ളത്. അതിൽ ഈ ആരോപണ വിധേയായിട്ടുള്ള അതിജീവിതയുണ്ട്, ഒപ്പം തന്നെ ഇരയായപ്പെട്ട അതിജീവിതയുണ്ട്, അവിടുത്തെ വനിതാ ജീവനക്കാരുടെ സംഘടന നൽകിയ പരാതിയുണ്ട്, സെക്രട്ടേറിയറ്റ് സംരക്ഷണ സമിതി നൽകിയിട്ടുള്ള പരാതിയുണ്ട്. ഈ ഇത്രയധികം പരാതി ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ ഉയർന്നിട്ടും ആ പരാതിയിൽ കഴമ്പുണ്ടോ, എന്താണ് ആ പരാതിയുടെ മൂലകാരണം, അദ്ദേഹം തെറ്റുകാരനാണോ എന്ന് അന്വേഷിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന വ്യക്തിയാണ്. ആ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന അതേ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് ഇട്ട FIR, ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ശരിയാണ് എന്ന് ശരിവെക്കുന്ന FIR അടക്കം മുഖ്യമന്ത്രിയുടെ മുൻപിലുണ്ടായിട്ടും 2 വർഷമായി ജയതിലകിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാൻ, അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള നടപടിയും സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനക്കയറ്റം അടക്കമുള്ള നടപടികൾ സ്റ്റേ ചെയ്യാനടക്കം നടപടികൾ സ്വീകരിക്കാത്ത മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വനിതാ ജീവനക്കാരുടെ സംഘടന നൽകിയ ഒരു പരാതിയിലെ വരി അത് ഏറെ ഗുരുതരമാണ് എന്നുള്ളതാണ്. അതായത്, സൗകര്യപ്രദമായി സ്ത്രീകളെ കിട്ടിയാൽ ആദ്യം താൻ ഭയങ്കര സംഭവമെന്നും മാന്യനെന്നും നടിച്ച് വലയിലാക്കി, പിന്നീട് മെന്റൽ ആക്കി, ക്രമേണ ഭർത്താക്കന്മാരിൽ നിന്നും അകറ്റി തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും. അതിനുശേഷം വന്നില്ലെങ്കിൽ തന്നെ മാഫിയയിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ട് വിളിപ്പിച്ച് ഭീഷണിപ്പെടുത്തും. അതിനുശേഷം അത്തരത്തിൽ ആ ഭീഷണിയും കേട്ടില്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് കടക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥൻ, അതാണ് നിലവിലെ ചീഫ് സെക്രട്ടറി എന്നുള്ള ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അത് മാത്രമല്ല, എന്തായാലും ഈ വാർത്തയിൽ കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ അത് പ്രേക്ഷകരെ അറിയിക്കേണ്ടതുണ്ട്, പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതുണ്ട്. സമയപരിമിതി കൊണ്ട് മാത്രം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ ജയതിലക്കിനെതിരായ ലൈംഗിക ആരോപണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടപടി എടുത്തില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നൽകിയ പരാതി 2 വർഷമായി പൂഴ്ത്തിവെച്ചു എന്നാണ് ആക്ഷേപം. സെക്രട്ടേറിയറ്റിലെ വനിതാ ജീവനക്കാർ, സെക്രട്ടേറിയറ്റ് സംരക്ഷണ സമിതി അംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരിട്ട മാസങ്ങൾക്ക് മുമ്പ് നിവേദനം നൽകിയിട്ടും നടപടിയുണ്ടായില്ല എന്നുള്ളതാണ്. അസൽ ഞരമ്പ് രോഗിയാണ് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി എന്ന് തെളിയിക്കുന്നതാണ് ഈ കത്തിലെ, ഈ പരാതിയിലെ ഉള്ളടക്കം. ശാലിനിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.